രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആൻഡ് ടെന്നീസ് പ്ലേയേഴ്സ് ആയ പാട്രിക് ആൻഡ് ആർട്ടിന്റെ ജീവിതത്തിലൂടെ സെൻഡയുടെ ക്യാരക്ടറായ താഷി വന്നതിന് ശേഷം അവരുടെ ജീവിതം എങ്ങനെയൊക്കെ മാറുന്നു എന്നാണ് ചാലഞ്ചേഴ്സ് എന്ന സിനിമയുടെ ഒരു കഥ. നമ്മൾ കുറെ എവിടേക്കോ കണ്ടൊരു സ്റ്റോറിയൊക്കെ തന്നെയാണ്. പക്ഷെ എവിടെയാണ് ചേഞ്ച് എന്ന് വെച്ചാൽ ഈ സിനിമയുടെ എക്സിക്യൂഷനിലാണ്. അത്രയും സ്റ്റൈലിഷ് ആൻഡ് എൻഗ്രോസിംഗ് ഡയറക്ടർ മൂവിയാണ് ബൈ ലൂക്ക, ഡയറക്ടർ ഓഫ് കോൾ മി ബൈ യുവർ നെയിം. ഈ സിനിമയുടെ ഒരു ഹാർട്ട് ഇരിക്കുന്നത് ഈ സിനിമയുടെ ടെന്നീസ് എന്ന ഗെയിമിലാണ്. അത്രയും നന്നായിട്ടാണ് ഇതിൽ ഓരോ മാച്ചുകളും എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിലോട്ട് തന്നെ വളരെ ഇന്റൻസ് ആയിട്ട് തന്നെ ഈ മൂന്ന് ക്യാരക്ടേഴ്സിന് ഇമോഷൻസ് മിക്സ് ആക്കിയിട്ടുണ്ട്. റൈറ്റ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ സിനിമ ഇത്രയും കിഡിലനായത്. ആദ്യം ഈ പടത്തിലെ പെർഫോമൻസിനെ പറ്റി തന്നെ എടുത്തു പറയാം. സെൻഡയ, മൈക്ക് ആൻഡ് ജോഷ്, ഇവർ മൂന്നുപേരും നല്ല കിഡിലായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി സെൻഡയ വീണ്ടും ഒരു ബ്രോക്കൺ ക്യാരക്ടറാണ് ചൂസ് ചെയ്തിരിക്കണം ആഫ്റ്റർ യൂഫോറിയ ആണ് ഞാൻ ഇതുവരെ കണ്ടതിൽ സെൻഡയുടെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ്. വളരെ ട്വിസ്റ്റഡ്, ബ്രോക്കൺ, ഡിപ്രസ്ഡ് ആയ ക്യാരക്ടർ. ഇതിനകത്തും സെയിം പോലെ തന്നെ വളരെ സെക്സി, ഹോട്ട്, ട്വിസ്റ്റഡ് ആൻഡ് ബ്രോക്കൺ ആയ ക്യാരക്ടർ ഇതിലും കൈകാര്യം ചെയ്യണം. വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ശരിക്കും സെൻഡയെ നല്ല ഹോട്ടായിട്ട് തന്നെയാണ് പോർട്രേ ചെയ്തിരിക്കണം. പിന്നെ ഇതിലെ മ്യൂസിക്, ഒരു നോർമൽ സീനിൽ പോലും ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുമ്പോൾ ആ ഹോൾ സീനിന്റെ ലെവൽ തന്നെ മാറുകയാണ്. അത്രയും വേറെ ലെവലായ വൈബ്രന്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, കമ്പോസ് ബൈ ആറ്റിക്കസ് ആൻഡ് ട്രെന്റ്. ക്ലൈമാക്സ് ആയപ്പോൾ ചെറിയൊരു ഡ്രാഗിങ് പോലെ ഫീൽ ചെയ്തു, കുറച്ച് സ്ലോ മോഷനെ കൂടിയ പോലെ തോന്നി. പക്ഷെ അവിടെയും ഡയറക്ടറിന്റെ വേറെ ഇൻഗ്രീഡിയന്റ് ആയ DOP ഒരു കിടിലൻ ക്യാമറ വർക്ക് ചെയ്യും, നമ്മൾ വീണ്ടും എൻഗേജിങ് ആക്കി ഇരുത്തും. ആകെ ഈ സിനിമയുടെ ഒരു നെഗറ്റിവിറ്റി പോലെ ഫീൽ ചെയ്ത് ഈ സിനിമയുടെ ഫൈനൽ ആക്ട് അത്രയും കൺവിൻസിങ് പോലെ ഫീൽ ചെയ്തല്ല. ഒരു കറക്റ്റ് ആൻസർ തരാനാണ് സിനിമ തീരണത്. പക്ഷെ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ വെരി വെൽ എക്സിക്യൂട്ടഡ് സ്പോർട്സ് റിലേഷൻഷിപ്പ് ഡ്രാമയാണ് ചാലഞ്ചേഴ്സ്.